ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മൾ വെച്ച ഈ പാത്രം അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. 2 അതായത് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഒരുപാട് വലിയ പീസൊന്നുമല്ല, വളരെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്നും കുറച്ച് വെച്ചിട്ടില്ല കേട്ടോ. ഇത് ഫ്ലെയിം ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ സവാള ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സവാള വാടി കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ സാധാരണ കറികളിലാണെങ്കിലും ഉപ്പേരിക്കാണെങ്കിലും എന്ത് സാധനത്തിലും കുറച്ച് ഉപ്പ് കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഉപ്പ് അധികം ഇഷ്ടമല്ല കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറച്ച് കമ്മിയായിട്ടാണ് ചേർക്കാറുള്ളത്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാള നമുക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സവാള പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നോക്കാതെ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇത്രയും വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു 4 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അതുകൂടെ ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് പച്ചച്ചുവയെന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയെന്ന് പോയി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി. എരിവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടിപ്പോകരുത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവസാനമായിട്ട് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മീറ്റ് മസാലയാണ്. കണ്ടോ, ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല രസമായിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഈ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള ഈ സ്നാക്ക് കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്കത് 1 ടീസ്പൂണ് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് ഒരു 30 സെക്കൻഡോളം നമ്മളൊന്ന് വാട്ടിയെടുത്താൽ മതി. ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫ്ലെയിം കൂട്ടിയാൽ അറിയാമല്ലോ, പെട്ടെന്ന് ഈ പൊടികളൊക്കെ ഒന്ന് അങ്ങോട്ട് കരിഞ്ഞങ്ങ് പോകും. ഈ പൊടികളുടെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 പിടി മല്ലിയിലയാണ്. ഈ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല അധികം ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഒരു 2-3 തണ്ടൊക്കെ കയ്യിലുള്ളതനുസരിച്ചിട്ട്
ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതാ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലിയിലയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ല രസമായിരിക്കും. ഇപ്പം തന്നെ അതാ ഈ മല്ലിയിലയൊക്കെ ചേർത്തിട്ട് നോക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്, കണ്ടോ. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനിതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വന്നത് 4 മുട്ടയാണ്. ഈ 4 മുട്ട നമ്മൾ ഒരു മുട്ട 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുട്ടയുടെ വലിപ്പം നിങ്ങൾക്ക് എത്ര ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. 2ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, 4 പീസായിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഞാനിതാ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി നമ്മളിത് ഫ്ലെയിം ഓൺ ആക്കുന്നില്ല, ഇത് ഓഫാക്കി. ഇനി ഇതിന് ശേഷം നമുക്കിതാ ഈ മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പം ഞാൻ ഈ മുട്ട എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതേ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കയ്യിൽ വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കട്ടിംഗ് ബോർഡ് എടുത്ത് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ. എനിക്ക് പെട്ടെന്ന് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് അങ്ങനെ ആ മുട്ടകളൊക്കെ ആ 4 മുട്ടയും വെറുതെ ഇങ്ങനെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അല്ലാണ്ട് ഇതൊന്ന് ആ മഞ്ഞക്കരുവൊന്നും ഉടഞ്ഞു പോകാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിക്കാണ് കേട്ടോ. ഇനി നമുക്കിനി വേറെ കുറച്ച് പരിപാടി കൂടി ചെയ്യാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. നമ്മൾ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള ഒരു 4 മണി പലഹാരം, അതായത് ഒരു ഈവനിങ് സ്നാക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 11 ബ്രെഡ് ഇതിൻ്റെ ബ്രൗൺ കളർ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പറ്റിയ കുഞ്ഞ് ബ്രെഡാണ്. ഇത് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ചെറിയ ബ്രെഡാണ്. അതുകൊണ്ടാണ് ഞാൻ 11 എടുത്തത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്രെഡ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 11 ബ്രെഡ് എടുത്തിട്ടുണ്ട്, ചെറിയ ബ്രെഡ് ആയതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 4 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ഉപ്പ്. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിങ്ങനെ ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് പാലൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാകും. അത് നമ്മളെടുക്കുന്ന ബ്രെഡിനും നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനും അനുസരിച്ച് വേണം നമ്മൾ ഈ മുട്ടയും പാലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 11 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ കണക്കാണിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് വലുപ്പമുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചാലും മതിയാകും. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇതേപോലെ ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് കണ്ടോ, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ സൈഡ് ഭാഗം ഫുള്ള് കവർ ചെയ്തിട്ട് പിന്നെ നടുക്കാക്കി കൊടുക്കുക. മുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഈ ബ്രെഡൊന്ന് നന്നായിട്ടൊന്ന് നനഞ്ഞ് വരത്തക്ക രീതിയിൽ വേണം നമ്മളിതൊന്ന് മുക്കിയെടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക.
ബ്രെഡ് നമ്മളത് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇനി ആ പൊട്ടിയ ഭാഗത്തേക്കൊക്കെ നമ്മൾ ഇതേപോലെ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് വലിയ ബ്രെഡാണെങ്കിൽ അതാണ് നല്ലത്. വലിയ ബ്രെഡാണെങ്കിൽ നമുക്കിത് എന്താ പറയുക, നമുക്ക് നേരെ വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ബ്രെഡാകുമ്പോൾ നമുക്കിത് ബ്രെഡിൻ്റെ അളവും കൂടുതൽ വേണ്ടി വരും. ഗ്യാപ്പില്ലാതെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ ബ്രെഡൊക്കെ നമ്മൾ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് നന്നായിട്ട് സൈഡിൽ കൂടെയൊക്കെ നടുക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച ഈ മുട്ടയുടെ ഈ കൂട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് വെച്ച് കൊടുക്കാം. മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ സൈഡിലേക്ക് പോകണ്ട, കുറച്ച് ഇങ്ങനെ നടുക്ക് ഭാഗത്തായിട്ട് വെച്ചാൽ മതി. അരികിലേക്ക് വല്ലാണ്ട് കയറി പോകണ്ട. ഇതാ മുട്ട ഇപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് നമ്മുടെ ബാക്കി ബ്രെഡ് കൂടെ നന്നായിട്ടൊന്ന് പുതിർത്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രെഡുകളൊക്കെ നിറച്ച് കൊടുക്കാം. ഇതാ ഇപ്പം നോക്കാം, നമ്മൾ മുകളിലേറ്റും ആ ബ്രെഡൊക്കെ ഫുള്ളായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലൊന്ന് നികർന്ന് പോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ സ്പൂൺ കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മുട്ടയിൽ മുക്കുമ്പോൾ തന്നെ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാകും കണ്ടോ. അപ്പോൾ തന്നെ നമ്മളിതിങ്ങനെ അമർത്തുമ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തുള്ളി പിന്നെ മുട്ടയുടെ മിക്സ് ഉണ്ട്, അത് നമുക്കിതിൻ്റെ പുറത്തുകൂടി ഒഴിച്ചു കൊടുക്കാം. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിയാൽ ആ ഗ്യാപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ലായിക്കോളും. പിന്നെ നമ്മളിത് ഈ പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കും. ഇപ്പോൾ ഞാനിതൊരു അത്യാവശ്യം വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മുട്ടയുടെ മിക്സ് കുറച്ച് കുറവാണ്. നമ്മൾ ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് മിക്സ് നമുക്ക് കൂടുതലായിട്ട് ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ മുട്ടയിലേക്ക് പാൽ ചേർത്ത് കൊടുത്തില്ലേ, ആ പാൽ ചേർത്ത് കൊടുത്തത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതിന് പകരം കുറച്ച് പാൽപ്പൊടി ഒന്ന് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കവർ ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് അമർത്തി പ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ബ്രെഡ് സെറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ കല്ല് ചൂടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കല്ല് അത്യാവശ്യം നല്ല ചൂട് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഈ പാത്രം നമുക്ക് എടുത്തു വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. പിന്നെ അടച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ വെന്ത് വരുന്ന സമയമാകുമ്പോൾ വേർപ്പ് വെള്ളം നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ട് അത് കുറച്ച് കുതിർന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഹോളൊന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതുകൊണ്ട് അടച്ചു കൊടുക്കാം. ഞാനതിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് അടച്ചു വെക്കുന്നത്. നിങ്ങളടുത്ത് പിന്നെ എന്താ പറയുക അലൂമിനിയം ഫോയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടച്ചു കൊടുത്താലും മതിയാകും. ഇത് നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ. ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം വ്യത്യാസം വരും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം.
അപ്പോൾ നോക്കാം നമ്മുടെ പോള വെച്ചിട്ട് ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടിയൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗം കൂടി അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് മറിച്ചിടാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതേപോലെ നമ്മുടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് മറിച്ചിടാം. ഇതാ അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ മോൾ ഭാഗം കൂടി ഒന്ന് ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ അടിഭാഗവും ആയിട്ടുണ്ടാവും. അപ്പം നമുക്കിതൊന്ന് മറിച്ചിടാം. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആദ്യം ഇതാ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കൗത്തിയെടുക്കാം. നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് സ്നാക്കായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി, ബ്രെഡല്ലേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരുപാട് ചൂടാറാനൊന്നും നിൽക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ ചൂടോടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പം നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് നല്ല ചൂട് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ വല്ലാതെ എടുക്കാത്തത്. നല്ല ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രെഡും മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ഈ സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.